ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വെള്ളിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. പുട്ടിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ബെസ്റ്റ് കറിയാണ് കേട്ടാ. നമ്മൾ രാവിലെ പുട്ടെല്ലാം ആക്കൂലേ രാവിലത്തെ ചായൻ്റെ കടിക്ക്. അപ്പോൾ അതിന് എന്ത് കറി ഉണ്ടാക്കും നമ്മളിനി വേറെ ഒന്നും ചിന്തിക്കാനില്ല അല്ലേ? പണ്ട് പണ്ടേ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കടലക്കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു കടലക്കറി ഉണ്ടാക്കിയല്ലോ, നാടൻ സ്റ്റൈൽ ഒരു കടലക്കറി. എന്നാൽ നല്ല ടേസ്റ്റുമാണ്, ഈസി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച കടലയാണ്. ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഊറ്റിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള വേറെ സാധനം ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉള്ളിന്റെ പകുതി, കുറച്ച് ചെറുതായിട്ട് മുറിച്ച ഇഞ്ചി, പച്ചമുളക്. ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ കടല വേവിക്കുന്നത്. നമുക്കിനി കുക്കറിലേക്ക് കടല ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം, പച്ചക്കറി. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല. ഉപ്പ് നമ്മൾ കടല വെന്തതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ കടല വേവിക്കുക. കടലക്ക് നല്ല വേവുണ്ട്. അപ്പം എന്തായാലും ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മൂടിയിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. എന്തായാലും ഒരു 5-6 വിസിൽ വേണ്ടി വരും കേട്ടോ. കടലക്ക് നല്ല വേവുണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടല അടുപ്പത്ത് നിന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ കറിക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകവും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. ഇത് നമ്മൾ കുക്കറിൽ കടല വേവിക്കാൻ വെച്ചത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയതാ കേട്ടാ. കണ്ട, നന്നായി വെന്തിട്ടുണ്ട്. നമ്മളൊരു 5-6 മണിക്കൂർ കടല കുതിർത്ത് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടാ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഉരുളക്കിഴങ്ങ് ചേർത്തത് എന്തിനാന്ന് വെച്ചാല് കടലക്കറിക്ക് ഒരു നല്ല മുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. കടല വെന്തതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കല്ലോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും കൂടിയിട്ട് മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആ അരച്ചെടുത്ത മിക്സിനി നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും എരിവും എല്ലാം ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമുക്കിത് പുട്ടിന്റെ പരായാലും ദോശയുടെ പരായാലും നമ്മള് വീട്ടിലെല്ലാം ഈ കറി ഉണ്ടാക്കി നല്ല വറുത്ത വെല്ലിൻ്റെ അകത്ത് ഈ കറി ഒഴിച്ചാൽ അടിപൊളിയാണ്. പുട്ടിന്റെ പരം കഴിക്കാം, ദോശന്റെ പരം കഴിക്കാം, എല്ലാത്തിന്റെ പരം നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഈസി അല്ലേ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഇനി തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയോ അല്ലെങ്കിൽ സാധാരണ സവാളയോ ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഗോൾഡൻ കളർ ആകുന്ന വരെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് വറുത്തിട്ട് കൊടുക്കാം. കറിയുടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ച് ചിക്കൻ മസാല, നിങ്ങൾ ഏത് ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു മണമാണ് കേട്ടോ കറിക്ക്. അതും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ മസാല യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉള്ള കറി തന്നെയാണ് കേട്ടോ. ഒരു നാടൻ കറിയാണ്. നല്ല പൊട്ടും കടലക്കറിയും പൊട്ടി കഴിക്കാൻ. ഞാൻ ഇതിന്റെ ഉപ്പ് വരുമല്ലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് വരുമെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉള്ളി വറുത്തിടാം. ഇത് നമ്മളെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുവാന്ന് കേട്ടോ. ഇനി ഇതേ അടുപ്പിൽ തന്നെ നമുക്ക് വറുത്തിടാനുള്ള ഒരു ചീനച്ചട്ടി വെക്കുക. നമുക്ക് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ഉള്ളി വറുത്തിടാം. നമ്മൾ ചീനച്ചട്ടിയുടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തിടാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഉള്ളി ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഉള്ളി നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കറിയിലേക്ക് വറുത്തിട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആഹാ, കറിവേപ്പില ഇടുമ്പോൾ എന്താ ഒരു മണം! നല്ല നാടൻ കറികൾക്കെല്ലാം കറിവേപ്പില ഇട്ടിട്ട് വറുത്തിട്ടാലുണ്ടല്ലോ ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ കടലക്കറി ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് കടലക്കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഇതുപോലെ ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടോ. ചപ്പാത്തിന്റെ പ്രായാലും കഴിക്കുക, ദോശന്റെ പ്രായം കഴിക്കുക, പുട്ടിന്റെ പ്രായാലും കഴിക്കുക. ഞാൻ പറഞ്ഞില്ലേ, അവിലിന്റെ കൂടെയും കഴിക്കാം, എല്ലാത്തിന്റെ കൂടെയും കഴിക്കാം. വേണമെങ്കിൽ ചോറിന്റെ കൂടെയും കഴിക്കാം. കാരണം ഉരുളക്കിഴങ്ങിൽ ഇട്ടതുകൊണ്ട് നല്ലൊരു തിക്കി ഗ്രേവി ആയിരിക്കും. ലൂസായിട്ടുള്ള കടലക്കറി അല്ല കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഉള്ളി ചെറുതായിട്ട് മൂത്ത് ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്നുണ്ട്. ഉള്ളി കരിയാണ്ട് നോക്കണേ. കരിഞ്ഞു പോയാൽ പിന്നെ ആ കറീന്റെ കംപ്ലീറ്റ് ടേസ്റ്റും മാറും. അപ്പോൾ കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അധികം വെച്ചു കൊടുത്താൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഇനി കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വറുത്തിടുക. ആഹാ, എന്താ ഭംഗി, എന്താ മണം! നല്ല രസമല്ലേ കാണാൻ? കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കടലക്കറി വെക്കാത്തവര് ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ. അപ്പൊ ഈ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.